നമസ്കാരം. ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി കൊച്ചി അമൃത ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ മെഡിക്കൽ ഓൺകോളജി വിഭാഗം തലവനായിരുന്ന ഡോക്ടർ പവിത്രൻ അന്തരിച്ചു. അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഈ വാർത്ത ഇവൻച്വലി ഞാൻ കാണാനിടയായപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ചില അസ്വസ്ഥതകളുണ്ടാക്കി. അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. തുടക്കത്തിൽ തന്നെ ഡോക്ടർ പവിത്രൻ്റെ ആത്മാവിന് ഞാൻ ശാന്തി നേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 63 വയസ്സായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണകാരണമാണ് എൻ്റെ വിഷയം. അദ്ദേഹം ഏതോ ഒരു രോഗം മൂലമാണ് മരിച്ചത്. അത് ഉദരസംബന്ധമായ രോഗമായിരുന്നു എന്നാണ് വാർത്തകളിലുള്ളത്. അപ്പോൾ ഉദരസംബന്ധമായ ആ രോഗം എന്തായിരുന്നു എന്നുള്ളത് ഒരു വാർത്തയിലും ഞാൻ കണ്ടില്ല. ഈ വാർത്ത കണ്ട ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ മരണകാരണം അറിയാൻ വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകളും വാർത്തകളും നോക്കി. ഒരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ രോഗം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ രോഗം എന്തു തന്നെ ആയാലും ശരി, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ചോദ്യം, അമൃത ആശുപത്രി നമ്മുടെ സംസ്ഥാനത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയാണ്. പലയിടത്തു നിന്നും രോഗികളെ തഴയുമ്പോൾ അങ്ങോട്ടേക്കാണ് പറഞ്ഞുവിടുന്നത്. അവിടെ ചെന്നാൽ രക്ഷപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ രക്ഷപ്പെടാറുണ്ടോ എന്നൊന്നും നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നില്ല. പറഞ്ഞു കേട്ടുള്ള ചിലരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നേരിട്ട് എനിക്കറിയാവുന്ന ഒരു സംഭവം, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലുള്ള ആൻ മരിയ എന്നു പേരുള്ള 17 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവളെ ഉടൻ തന്നെ അവിടെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. അവിടെയൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുട്ടിയുടെ നില ഗുരുതരമാണ്, ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എത്രയും വേഗം അമൃത ആശുപത്രിയിൽ എത്തിക്കണം, 2 മണിക്കൂറിനകമെങ്കിലും എത്തിച്ചിരിക്കണം, ഇല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും എന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആൻ മരിയ, പ്രസരിപ്പുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ കൊണ്ട് ഒരു സ്പെഷ്യൽ ആംബുലൻസ്, നമ്മൾ ട്രാഫിക് സിനിമയിലൊക്കെ കണ്ടതുപോലെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ റോഡുകളൊക്കെ ക്ലിയറാക്കി ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് അമൃത ആശുപത്രിയിൽ എത്തിച്ചു എന്ന് ആ സമയത്ത് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിരുന്നു. ആൻ മരിയ ഏതാണ്ട് 2 മാസത്തോളം അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിഞ്ഞു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ അമൃത ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള അവകാശവാദത്തിന് എത്ര അടിസ്ഥാനമുണ്ട് എന്നുള്ളത് ഞാൻ ആ സമയത്ത് ചിന്തിച്ച ഒരു വിഷയമാണ്. കാരണം 17 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് വീണിട്ട് 2 മാസത്തോളം അവളെ ചികിത്സിച്ചിട്ട് ജീവനിലേക്ക് കൊണ്ടുവരാൻ അമൃത ആശുപത്രിക്ക് കഴിഞ്ഞില്ല. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ അതിൻ്റെ പേരൻസ് ചിലവാക്കി കാണും എന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഡോക്ടറെയാണ്. അതൊരു സാധാരണ ഡോക്ടറല്ല, ക്യാൻസർ രോഗവിദഗ്ധൻ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ പവിത്രൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ നോക്കിയപ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ആൾക്കാരും പറയുന്നത്. വളരെ നല്ലവനായ ഒരു ഡോക്ടറായിരുന്നു. ഒരു ഡോക്ടറേക്കാളേറെ മറ്റുള്ളവർക്ക് സാന്ത്വനം പകരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാതെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നിട്ടും അവിടുത്തെ ചികിത്സ കിട്ടിയിട്ടും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ആ വലിയ പ്രശ്നം. ഏതൊരു വ്യക്തിക്കും ഒരു ഗുരുതര രോഗമുണ്ടാകുമ്പോൾ റെഫർ ചെയ്ത് പറഞ്ഞു വിടുന്ന അമൃത ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർക്ക് അവിടുത്തെ വിദഗ്ധ ചികിത്സ കിട്ടിയിട്ടും രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ എവിടെയാണ് കുഴപ്പം എന്ന് നിങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്, ഇദ്ദേഹത്തിന് ഉദരസംബന്ധമായ എന്തോ രോഗമായിരുന്നു എന്നാണ് വാർത്തകളിലുള്ളത്. ഞാൻ ഗുരുതരമായ, അതായത് മരണം വരെ സംഭവിക്കാവുന്ന ഉദരസംബന്ധ രോഗങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠനം നടത്തിയപ്പോൾ അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉദരസംബന്ധമായ ക്യാൻസറാണ്. മറ്റ് രോഗങ്ങളൊക്കെ തന്നെ തീവ്രമാകാമെങ്കിലും മരണം സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആമാശയ ക്യാൻസർ മൂലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അടുത്ത ചോദ്യം, ഡോക്ടർ പവിത്രന്
ക്യാൻസർ രോഗമായിരുന്നോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രോഗം എന്തായിരുന്നു എന്ന് അമൃത ആശുപത്രി ഒരു വാർത്തയിലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതിനേക്കാളും വലിയൊരു ചോദ്യമാണ്. സ്വയം ഒരു ക്യാൻസർ രോഗവിദഗ്ധനായിരുന്ന ഡോക്ടർ പവിത്രന് തനിക്ക് തന്നെ സംഭവിച്ച ക്യാൻസർ രോഗം മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ പിഴവ് എവിടെയാണ് കിടക്കുന്നത്? ഡോക്ടറുടെ പിഴവാണോ അതോ ചികിത്സയുടെ പിഴവാണോ? ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അദ്ദേഹത്തെ എന്താണോ മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചത് അതനുസരിച്ചാണ്. അതിനപ്പുറമോ ഇപ്പുറമോ ഒരു ഡോക്ടർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസർ എങ്ങനെയാണ് സുഖപ്പെടുത്തേണ്ടത്, അതിനുള്ള ചികിത്സ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെ മെഡിസിനാണ് കൊടുക്കേണ്ടത്, ഏതവസ്ഥയിലാണ് സർജറി നടത്തേണ്ടത്, എപ്പോഴാണ് കീമോ കൊടുക്കേണ്ടത്, റേഡിയേഷൻ കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അതെല്ലാം ഫോളോ ചെയ്താണ് ചികിത്സ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പവിത്രൻ ചീഫ് ഓഫ് മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടും അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റാൻ അദ്ദേഹം പഠിച്ച വൈദ്യശാസ്ത്രത്തിന് കഴിയാതെ പോയത്? ഡോക്ടർമാർക്ക് രോഗം വരില്ലേ, മറ്റുള്ളവർക്ക് വരുന്നത് പോലെ അവർക്കും വരില്ലേ എന്നൊക്കെ പലരും ചോദിച്ചേക്കും. തീർച്ചയായിട്ടും രോഗമാർക്കും വരാം. പക്ഷേ ഒരു ഡോക്ടർക്ക് രോഗം വരുമ്പോൾ അതൊരു സാധാരണക്കാരന് വരുന്നത് പോലെയല്ല. ഒരു ഡോക്ടറെ ആധുനിക ലോകം വിളിക്കുന്നത് ആരോഗ്യ വിദഗ്ധൻ എന്നാണ്. അപ്പോൾ ആരോഗ്യ വിദഗ്ധരാണ് എല്ലാ ഡോക്ടർമാരും. 5 കൊല്ലം MBBS പിന്നീട് തുടർന്ന് പല പഠനങ്ങളും നടത്തി മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ട് തൊഴിലിനിറങ്ങുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യം സ്വയം പരിരക്ഷിക്കാനും അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ മാറ്റാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മറ്റുള്ളവരുടെ രോഗം മാറ്റാൻ കഴിയുക എന്ന വലിയൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ വളരെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും സദാചാരം പ്രഘോഷിക്കുകയുമൊക്കെ ചെയ്തിട്ട് അസാൻമാർഗിക പ്രവൃത്തികൾ ചെയ്ത് ഒരു ദിവസം പോലീസ് പിടികൂടുമ്പോൾ ഇവനാണോ ഇത്രയും നാൾ സദാചാരം പറഞ്ഞ് നടന്നതെന്ന് ചോദിക്കാറില്ലേ? ഒരു സ്വാമിയെ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ ആയാലും ശരി, ഒരു സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മളതിനെ കാണുന്നത്. ഒരു പുരോഹിതനെ ഒരു കുറ്റകൃത്യത്തിൽ പിടികൂടി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ പിടികൂടുന്നത് പോലെയാണോ നമ്മൾ അതിനെ കാണുന്നത്? ഒരിക്കലുമല്ല. കാരണം സാധാരണക്കാരന് അബദ്ധം പറ്റാം, തെറ്റുകൾ പറ്റാം. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക്, തെറ്റുകൾ പറ്റാൻ പാടില്ലാത്തവർക്ക് അത് സംഭവിക്കുമ്പോൾ, അതും വലിയ തെറ്റുകൾ അവർ ചെയ്യുമ്പോൾ, അത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പ്രയാസമാണ്. അതേപോലെ തന്നെയാണ് ഒരു ഡോക്ടർക്ക് രോഗം വന്ന് ആ രോഗം അദ്ദേഹത്തിനോ അദ്ദേഹം പഠിച്ച വൈദ്യശാസ്ത്രത്തിനോ മാറ്റാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയും ചോദ്യവും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഡോക്ടർ പവിത്രൻ നല്ലൊരു ഡോക്ടറായിരുന്നു, ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ള എല്ലാ ആൾക്കാരും, അതായത് ഞാൻ ഈ വീഡിയോകൾ കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൽ തൃപ്തനായിരുന്നു, അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ അവർക്ക് സന്തുഷ്ടി ഉണ്ടായിരുന്നു. പല ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർക്കോ അമൃത ആശുപത്രിക്കോ ആധുനിക വൈദ്യശാസ്ത്രത്തിനോ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് വളരെ വലിയ ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ശരി, ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാം. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് സംരക്ഷിച്ച് നമ്മളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനൊന്നും ഉള്ള കഴിവ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം മുടക്കി നമ്മൾ ആശ്രയിക്കുന്ന ഈ ചികിത്സാശാസ്ത്രത്തിന് ഇല്ല. മനുഷ്യ ശരീരത്തിൽ എന്തുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നു, ആ രോഗം വരാതെ എങ്ങനെ തടയാൻ പറ്റും, വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ തന്നെ സ്വയം പ്രവർത്തനത്തിലൂടെ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും മുതലായ യാതൊരു കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഡോക്ടർ പവിത്രൻ അദ്ദേഹത്തിൻ്റെ രോഗം ഭേദപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഡോക്ടർ പവിത്രൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാ ഡോക്ടർമാരും, നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ പഠിച്ച വൈദ്യശാസ്ത്രത്തിന് അത് മാറ്റാനുള്ള കഴിവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അപമാനം മൂലം മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ സമീപിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ സധൈര്യം സമീപിക്കണം.
ഒരു വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്ന മറ്റ് വൈദ്യശാസ്ത്ര ശാഖകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരിക്കലും ഞാൻ കേട്ടതാണ്, അമേരിക്കയിലെ MD ആൻഡേഴ്സൺ ഹോസ്പിറ്റലിൽ ഒരു മലയാളി നേഴ്സ് ക്യാൻസർ രോഗവുമായിട്ട് ചെന്നു. നിങ്ങൾക്കറിയാം, ലോകത്തിലേക്ക് ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയാണ്, ക്യാൻസർ ആശുപത്രിയാണ് ഹൂസ്റ്റണിലെ MD ആൻഡേഴ്സൺ. അപ്പോൾ ആ മലയാളി നേഴ്സിനോട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ചോദിച്ചത്രേ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങളുടെ രാജ്യത്ത് ക്യാൻസർ രോഗത്തിന് മികച്ച ചികിത്സയുണ്ടെന്നാണല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടുവൈദ്യത്തിലും മറ്റും അതിന് പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ അവിടെ പോയി രോഗം മാറി വന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ പോരായിരുന്നോ എന്ന്. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നും നമ്മുടെ നാട്ടിലെത്തി ഒരു വൈദ്യനെ കണ്ട് അവരുടെ രോഗം മാറി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗത്തിന്, അതുപോലെ പല രോഗങ്ങൾക്കും, പലപ്പോഴും അലോപ്പതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല രോഗങ്ങൾക്കും, നമ്മൾ കുറേ നാൾ മുമ്പ് കേട്ടതാണ്, ലേക്ക് ഷോറിൽ ജോലി ചെയ്യുന്ന കിഡ്നി രോഗവിദഗ്ധനായിരുന്ന ജോർജ് എബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, ആത്മഹത്യ ചെയ്ത വാർത്ത. അദ്ദേഹത്തിന് നട്ടെല്ലിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് നടുവേദനയോ മറ്റോ ആയിരുന്നു. അതിനൊരു ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. തകർന്നുപോയി. അതികഠിനമായ വേദന, കൈകാലുകൾക്ക് ബലക്കുറവ്, വിറയൽ. അവസാനം അദ്ദേഹത്തിന് ഈ കടുത്ത അനാരോഗ്യം മൂലം മുമ്പോട്ട് പോകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ പോലെയുള്ള പല ആൾക്കാരുണ്ട്. രോഗാവസ്ഥ വരുമ്പോൾ ഈ വൈദ്യശാസ്ത്രത്തിൽ തന്നെ ആശ്രയിച്ച് രോഗം മാറ്റാൻ ശ്രമിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങുകയാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് അത് സാധിക്കില്ല എന്ന് കരുതി നിരാശപ്പെടാതെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ, ഹോമിയോപ്പതിയും ആയുർവേദവും സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി മുതലായ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര ശാഖയെ കണ്ട് കൺസൾട്ട് ചെയ്യണം. അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ എല്ലാം തികഞ്ഞ ഒരു വൈദ്യശാസ്ത്രവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ളവരുടെ സേവനം തേടുകയും രോഗാവസ്ഥയെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എന്തായാലും ശരി, ഡോക്ടർ പവിത്രനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുമെന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു.